ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ CD ഡീലക്സ് ആണ് വണ്ടി. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റും അതേപോലെ തന്നെ ക്ലച്ച് കേബിൾ കംപ്ലയിൻ്റ് അങ്ങനെ 1-2 കംപ്ലയിൻസുകളായിട്ട് നമ്മൾ വണ്ടി വന്നേക്കണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കാർബേറ്റർ നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ കാർബേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്തതാണ്. വലിയ പഴക്കമില്ലാത്ത കാർബേറ്ററാണ്, പക്ഷേ നമുക്കത് ഓവർഫ്ലോൻ്റെ പ്രോബ്ലം വീണ്ടും റിപ്പീറ്റ് വരുന്നുണ്ടെന്നാണ് ഓൾറെഡി കസ്റ്റമർ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത് ലെയ്ത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാൽവ് ഫ്ലോട്ട് വാൽവ് എന്ന് അടയണ ഭാഗം അവർ സീറ്റ് ചെയ്ത് റെഡിയാക്കി തരും. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അത് ഏകദേശം നമുക്ക് 2500 ചിലവ് തന്നെ കേസാണ്. ഗ്യാരണ്ടി ഒന്നും ഓൾറെഡി അവർ പറയണില്ല, പക്ഷെ എന്നാൽ പോലും സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് വരാറില്ല. ഗ്യാരണ്ടി അവർ പറയാറില്ല. കാരണം എന്ന് വെച്ചാൽ ചില കേസിലൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട്. അത് റെഡി ആവാത്ത വർക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടും ശരിയാവാത്ത വർക്കുകളും ഉണ്ട്. പക്ഷേ എന്ന് എഴുതിയിട്ട് എല്ലാം കംപ്ലയിൻ്റ് ആണെന്നല്ല, പക്ഷേ ഓൾറെഡി നമുക്ക് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിളൊക്കെ ലോഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലച്ചിൻ്റെ ഈ ഭാഗമൊക്കെ തുരുമ്പിട്ടിട്ട് പൊട്ടിയൊരവസ്ഥയിൽ നിൽക്കാം. അതേപോലെ ആക്സിലേറ്ററിൻ്റെ കേബിൾ 3 കേബിളുകൾ ക്ലച്ചിൻ്റെയും ആക്സിലേറ്ററിൻ്റെയും ഫ്രണ്ട് ബ്രേക്കിൻ്റെയും കേബിൾ ടൈറ്റാണ്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കൊക്കെ ഉണ്ട്. അതൊന്നും തൽക്കാലം നമ്മളൊന്നും ചെയ്യണില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പ് വന്ന ഭാഗത്ത് പൊട്ടിപ്പോയേക്കാണ്. തൽക്കാലം നമുക്ക് വലിയ പിടപ്പില്ലാത്ത രീതിയിലേക്ക് ഒന്ന് റീസെറ്റാക്കി എടുക്കാം. അഡീഷണൽ സ്ക്രൂ ഒക്കെ കൊടുത്ത് പിടിപ്പിക്കാം. ഈ ഭാഗമായാലും ഇവിടെ സ്ക്രൂ ചെയ്യുന്ന ഭാഗമുണ്ട്, ഇതൊക്കെ പൊളിഞ്ഞു പോയേക്കാണ്. തൽക്കാലം എന്തെങ്കിലും ചെയ്യാം. ഈ ഭാഗത്ത് പൊട്ടിയേക്കാണ്. ഇതൊക്കെ ഒരു വാഷൊക്കെ ഇട്ട് തൽക്കാലം പിടിപ്പിക്കാം. ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സൗണ്ട് ഉണ്ടാവും. ഹെഡ്ലൈറ്റിൻ്റെ ഫോക്കസ് കറക്റ്റ് ആവാത്തതിൻ്റെയും കാരണം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ആ രീതിയിൽ റെഡിയാക്കാം. അപ്പോൾ നിലവിൽ ചെയ്യണ വർക്ക് എന്ന് പറഞ്ഞാൽ കാർബേറ്റർ നമ്മളല്ല ചെയ്യണത്, പുറമെ വന്ന വർക്കാണ്, ലെയ്ത്ത് വർക്ക് വന്നെ. അത് ലെയ്ത്തിൽ കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. കേബിളുകൾ മാറ്റാം. ആക്സിലേറ്റർ കേബിൾ, ക്ലച്ച് കേബിൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, പിന്നെ വൈസറിൻ്റെ കേസും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.